ഷാപ്പി ആയാലും കൊള്ളാം. അല്ല, ഷാപ്പി നമ്മുടെ ആളാണ്. പിന്നെ കുഞ്ഞാൻ നമ്മുടെ ആളാണ്. നാസറിക്കായാലും കൊള്ളാം. നാസറിക്ക നമ്മുടെ ആളാണ്. പിന്നെന്താ ജാസിർ ബാംഗ്ലൂർ, അവൻ അത് നമ്മുടെ ആളാണ്. നാസറിക്കാൻ്റെ മോനോ, അത് നമ്മുടെ ആളാണ്. ആരെങ്കിലും ഉണ്ടോ പുറത്തുനിന്ന്? ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞാൻ പാണ്ടിക്കാട്. ഞാൻ ഇങ്ങനത്തെ ഈ വ്ളോഗർമാർ ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മളങ്ങനെ സമയം കളഞ്ഞ് കാണാറില്ല. ഞാൻ പുള്ളിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ ഈ വീഡിയോ തപ്പി, ഞാൻ അതിൻ്റെ ഇടയിൽ 2-3 വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ എത്ര ആയിരം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഒരു വരുമാനമാണ്. എങ്ങനെ പോയാലും കാശ് കുഞ്ഞാന് എങ്ങനെ പോയാലും കാശ് കുഞ്ഞാന് തന്നെ. എന്താ അല്ലേ, നറുക്കെടുക്കുന്നു പരാഗണം. ഇപ്പോൾ ഏറി കയറിയിരിക്കുകയാണ് പുള്ളി. സ്വയം പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി റോക്കറ്റിലാണ്, എയറിൽ നിന്നൊക്കെ പോയി 2 ദിവസം എയറിലായിരുന്നു, പിന്നെ റോക്കറ്റിലായി എന്നൊക്കെ. പാണ്ടിക്കാട് കുഞ്ഞാൻ. അപ്പോൾ പുള്ളിയുടെ ലക്കി ഡ്രോയും പിന്നെ അതിനെക്കുറിച്ചുള്ള എവിഡൻസും ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ പുറകിനൊന്നും ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു നല്ലത് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഒരു കടത്തിൽ മുങ്ങി നശിച്ച് എന്ന് പറഞ്ഞു പോയി. കടത്തിൽ മുങ്ങി ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ ശ്രമിച്ച ഒരാളിനെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്കൊന്നും ഒരു നാണോ മാനോ ഇല്ലടേ. ഷാപ്പി ആയാലും കൊള്ളാം. അല്ല, ഷാപ്പി നമ്മുടെ ആളാണ്. പിന്നെ കുഞ്ഞാൻ നമ്മുടെ ആളാണ്. നാസറിക്കായാലും കൊള്ളാം. നാസറിക്ക നമ്മുടെ ആളാണ്. പിന്നെന്താ ജാസിർ ബാംഗ്ലൂർ, അവൻ അത് നമ്മുടെ ആളാണ്. നാസറിക്കാൻ്റെ മോനോ, അത് നമ്മുടെ ആളാണ്. ആരെങ്കിലും ഉണ്ടോ പുറത്തുനിന്ന്? 8,000 ആൾക്കാരെങ്ങാണ്ട് കൂപ്പൺ എടുത്തവരെയൊക്കെ വലിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് എന്തല്ലേ സംഭവം തന്നെ. അതായത് പുതിയ ഈ ടിക്ടോക്കിലൊരു ചങ്ങായി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പുള്ളി ഓരോ ടിക്ടോക്കിൽ വീഡിയോ ഇടുകയാണ്. നമ്മുടെ ഇവിടെ ബാൻഡാണ് അത്. പിന്നെ ലിങ്ക് എടുത്ത് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് അതും ഔട്ടാക്കുന്നുണ്ട്. ആണെങ്കിലും അയാൾ ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഷാപ്പി അല്ലല്ലോ, കുഞ്ഞാനും പിന്നെ ആരാണ്ട് ഈ പുള്ളിയുടെ മോനെ ഇയാൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന അതിൻ്റെ ഓഡിയോ മാത്രം ഞാൻ കേൾപ്പിക്കാം. വീഡിയോ എൻ്റെ കയ്യിലില്ല. എന്താണ് രണ്ടാളും ചെറിയൊക്കെ? ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ തെളിവ്. എന്താ വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാനും നാസറിന്റെ മകൻ അൻവറും. ഈ അൻവറിനൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഉണ്ട്, കണ്ടവർക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട്?